മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ചേർന്ന് പാടി സ്തുതിക്കാം. Psalm 99. യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ, അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു, ഭൂമി കുലുങ്ങട്ടെ. അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ മഹത്വവും ഭയങ്കരമായ നാമത്തെ സ്തുതിക്കട്ടെ. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവിൻ, അവന്റെ പാദപീഠത്തിങ്കൽ നമസ്കരിപ്പിൻ, അവൻ പരിശുദ്ധനാകുന്നു. മേഘസ്തംഭത്തിൽ നിന്ന് അവൻ അവരോട് സംസാരിച്ചു, അവർ അവന്റെ സാക്ഷ്യങ്ങളും അവൻ കൊടുത്ത ചട്ടവും പ്രമാണിച്ചു. അടുത്ത വാക്യം നമുക്ക് ചേർന്ന് പാടി അവനെ സ്തുതിക്കാം. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവിൻ, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ നമസ്കരിപ്പിൻ. നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ. നമ്മുടെ കരങ്ങളിൽ ഉയർത്തി പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ ജനത്തോട് ഇടപെടുന്ന ദൈവത്തെ കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പ്രവർത്തിക്കുന്ന തന്റെ ജനത്തോട് ഇടപെടുന്ന ദൈവത്തെ കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും പ്രാർത്ഥനയുടെ ദിവസം തന്നെ ഇരിക്കാം. പ്രിയമുള്ളവരെ, ആ സങ്കീർത്തനത്തിൽ ശക്തിയോടെ സംസാരിക്കുന്ന വചനം, അവൻ സ്വന്തം തന്റെ ജനത്തോട് സംസാരിക്കുന്ന ഒരു ദൈവം. പക്ഷെ ചട്ടവും അവൻ കൊടുത്ത വചനവും പ്രമാണിക്കണം. എന്നാല് വചനം പ്രമാണിക്കാതെ പോയാൽ അവരുടെ പ്രവൃത്തികൾക്ക് ആരാണവൻ? പ്രതികാരകനാണ്. അതുകൊണ്ട് വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമെന്ന പകൽ സമയം കളയാതെ പ്രിയ റിജിൻ ബ്രദർ ബോട്ട് കടന്നു വന്ന് തന്റെ ഉള്ളില് അവൻ സ്വന്തം ചെയ്യുന്നു. കർത്താവ് വിശുദ്ധിയെ സംബന്ധിച്ച്, അവൻ വിശുദ്ധിയെ തികയ്ക്കുന്നതിനെ സംബന്ധിച്ച് കൊടുത്തിരിക്കുന്ന വചനം നമ്മോട് പങ്കുവെക്കും. നമുക്ക് പ്രാർത്ഥനയുടെ ദിവസമായിരിക്കാം. കർത്താവിന്റെ ദാസനെ അവൻ ശുശ്രൂഷിക്കുമെന്ന് ക്ഷണിച്ചിട്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. Okay, then have it translate. Okay. Praise be to God, Almighty Father. Amen. ദൈവത്തിന് മഹത്വം. Good morning. Amen. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു രണ്ടു വാക്ക് മലയാളത്തിൽ പറയാം. ഇന്ന് രാവിലെ എനിക്കറിയത്തില്ല, ഇന്ന് I can feel the presence of God here right now. ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. Because നമ്മുടെ ഈ സെക്കൻഡ് നമ്മളിപ്പോ ഈ ഒരു വർഷിപ്പിന്റെ പാട്ട് നമ്മുടെ പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്തപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഏഞ്ചൽസ് ആൻഡ് സെറാഫുകൾ അവര് ആരാധിക്കുന്ന പോലെ ദൈവത്തിനെ അറിയാം. ഞാൻ എന്റെ കണ്ണടച്ച് ഇങ്ങനെ പ്രൈസ് ചെയ്തപ്പോ I saw that vision, clouds, and God is sitting in the midst and everybody is worshiping. ഇന്ന് പകൽക്കാലം ആരാധിക്കുമ്പോൾ പാട്ട് പാടിയ രണ്ടാമത്തെ അവസാനത്തെ പാട്ട് നമ്മൾ പാടുമ്പോൾ ദേവദാസ പറവാനിടയായി അവൻ സാറാഭുകൾ ആരാധിക്കുന്ന അത്യുന്നതനെ, വിശുദ്ധിയെ ആരാധിക്കുന്ന അത്യുനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കണ്ണുകളടച്ച് ആരാധിക്കുമ്പോൾ ആ ദർശനം എന്റെ മുഖത്തിൽ അവൻ കണ്ണുകളിൽ പതിപ്പാനിടയായി സാറാഭുകൾ നിറഞ്ഞിരിക്കുന്ന എല്ലാവരും ആരാധിക്കുന്ന ആ ദൈവത്തിന്റെ ഒരു ചിത്രം എന്റെ മനസ്സിൽ പതിയുവാനിടയായി. എനിക്കിതുവരെ ഹോളി സ്പിരിറ്റിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല, പക്ഷേ I believe that it's going to be happen something. Amen. So in the ജീവിതത്തിൽ I have never experienced the anointing of the Holy Spirit in my life, but I believe that one of these days He's going to fill me with the anointing of the Holy Spirit. Praise God for all this. Amen. ഈ നല്ല അനുഭവങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Okay, so as we know that this month we are our theme is why we perfect holiness. Amen. ഈ മാസത്തെ നമ്മുടെ ചിന്താ വിഷയം നമുക്കറിയാമല്ലോ. എന്തുകൊണ്ട് വിശുദ്ധിയെ തേക്കണം? Why must we perfect holiness and Christ is coming back? Amen. അതിന് കാരണം യേശു കർത്താവ് വേഗത്തിൽ മടങ്ങി വരുന്നത് കൊണ്ട് ഞാൻ നിങ്ങൾ വിശുദ്ധിയെ തേക്കണം. ലാസ്റ്റ് വീക്കില് എന്റെ മകന്റെ ടോപ്പിക് ഇത് തന്നെയായിരുന്നു. ലാസ്റ്റ് സൺഡേ ഞങ്ങള് മിഷൻ വർഷിപ്പിന് വേണ്ടി റൂബൻ ആക്ച്വലി ഈ മെസ്സേജ് കൊടുത്തത്. അപ്പൊ ഞാൻ ഇന്നലെ റൂബനോട് പറഞ്ഞു, റൂബനോട് എനിക്ക് ടൈമില്ല, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ. He told me that I feel so glad
Daddy, come on, I'll teach you how it's going to be. അവൻ So, അവൻ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ഇംഗ്ലീഷ് ആരാധനയിൽ മിഷൻ ഫിലി ഔട്ട്റീച്ചില് അവൻ സ്വന്തം വചനം കൊടുത്തത് അവൻ മോനാണ്, എന്റെ മോന് കൊച്ചു രൂപേന് അവൻ സ്വന്തം ചെയ്യുന്നു. ഞാൻ വളരെ ജോലി ബിസി ആയപ്പോൾ ഇടയ്ക്ക് ഈ വചനം തയ്യാറാക്കാനപ്പോൾ ഞാൻ മോനെ വിളിച്ചു, മോനേടാ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. അവൻ പുള്ളിക്ക് ഭയങ്കര ഹാപ്പി പോയി. ഡാഡി വിഷമിക്കണ്ട, ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അവൻ എന്നോട് പറഞ്ഞു എന്റെ കൂടെ വരാനിടയായി. So, അതുപോലെ പിന്നെ ഇന്നലെ ഫസ്റ്റ് ടൈം മർത്തോമ പള്ളിയിൽ ഇന്നലെ കരോൾ സിംഗിങ് ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ല ആക്ച്വലി, ടോൾ മീ. രാവിലെ പിയാനോ എടുത്തോണ്ട് പോകുമ്പോഴാണ് ഞാൻ ചോദിച്ചു what happened. അപ്പോഴാണ് പുള്ളിക്കാരൻ ഇന്നലെ അവിടെ പെർഫോം ചെയ്യുന്നുള്ള കാര്യം. പക്ഷെ ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹം. എനിക്കൊരു പ്രാർത്ഥനയുള്ള കുഞ്ഞിന്റെ ആ ഫിംഗേഴ്സ് ദൈവത്തിന്റെ സന്നിധിക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുവാൻ എല്ലാവരും പ്രാർത്ഥന ആവശ്യപ്പെടും. The last day, yesterday, there was a carol program in Matoma Church, and my son performed up there for the first time in the keyboard. My only prayer is that nobody told me about it, but I came to know that thing, and it was a joy. My only prayer is that God may use him. The talent what he has in that keyboard, whatever he's playing, whatever he's speaking, my only prayer is that let it be only used for God and God's purpose, for nothing else. Okay, so let's come back to the message now. ദൂതിലേക്ക് മടങ്ങി വരാം. So, we are touching on something really important. The idea of striving for holiness, especially as we look forward to Christ's return, is rooted deeply in Christian belief. പ്രിയമുള്ളവരെ, നാം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ മാസം യഥാർത്ഥത്തിൽ സഭയായി ചിന്തിക്കുന്നത്. കാരണം നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരവിനുള്ള ബന്ധത്തില് ക്രിസ്തു സഭ, ക്രിസ്തു വിശ്വാസികൾ വളരെ ആത്യന്തികമായി പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഷയമാണ്. അവൻ മടങ്ങി വരുമ്പോൾ വിശുദ്ധിയോട് അവന്റെ വരവെങ്കിൽ കാണപ്പെടണമെന്നുള്ളത്. It's about living in a way that reflects God's character and being ready for His return. എന്താണ് വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ? വിശുദ്ധിയെ തികയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവിക സ്വഭാവം ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്ന പ്രക്രിയയാണ് വിശുദ്ധിയെ തികയ്ക്കുക എന്ന് പറഞ്ഞാൽ. കാരണം അവൻ മടങ്ങി വരുമ്പോൾ അശുദ്ധരെ ചേർക്കാനല്ല അവൻ വരുന്നത്, വിശുദ്ധിയുള്ളവരെ ചേർക്കാൻ വരുന്നത് കൊണ്ട് അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നാം ഓരോരുത്തരും വിശുദ്ധരാകണമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ക്രിസ്തു സഭയുടെ കാതലാണ് വിശുദ്ധ ജീവിതം. അതൊഴിഞ്ഞ് അവൻ ഒരു ശുശ്രൂഷയുമില്ല എന്ന് ദൈവവചനം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. And which could happen at any time. പ്രിയമുള്ളവരെ, അവന്റെ മടങ്ങിവര് ഏത് മൊമെന്റിലും നടക്കാം, അടുത്ത സെക്കൻഡിൽ നടക്കാം. ഇന്ന് പകൽ അവൻ മടങ്ങി വരുന്ന അടുത്ത സെക്കൻഡിൽ നടക്കുകയാണെങ്കിൽ അവൻ എടുക്കപ്പെടാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ? The Bible repeatedly reminds us that Jesus Christ is returning. His coming is not only a promise of hope, but also a call to preparation. പ്രിയമുള്ളവരെ, ദൈവവചനം പഠിക്കുമ്പോൾ അവന്റെ മടങ്ങി വരവ് പ്രത്യാശയുടെ കിരണം നൽകുന്ന ഒരു പ്രതിപാദ്യ വിഷയം മാത്രമല്ല, സ്വന്തം ഓരോ വിശ്വാസിയും തുടുക്കത്തോടെ സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്നുള്ളതിനെ കുറിച്ച് ഒരു പ്രചോദനം കൂടിയാണെന്ന് വചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Scripture clearly teaches that holiness is not optional. It is the natural response of a believer who is eagerly waiting for a Christ return. പ്രിയമുള്ളവരെ, വചനം പഠിക്കുകയാണെങ്കിൽ വിശുദ്ധി എന്ന് പറയുന്നത്, വിശുദ്ധ ജീവനം എന്ന് പറയുന്നത് അത് ഓപ്ഷനല്ല ഒരു വിശ്വാസിക്ക് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി വിശുദ്ധി അവന്റെ സന്തത സഹചാരിയായ സ്വഭാവമായി മാറണം. അത് പുതുതായി ചെയ്യുന്ന ഒരു കാര്യമല്ല, ഒരു ഭക്തന്റെ സ്വഭാവമാണ് വിശുദ്ധി. കാരണം യേശു മടങ്ങി വരുന്നത് കൊണ്ട് വിശുദ്ധിയെ തികയ്ക്കേണ്ടത് അത്യന്താപേക്ഷിതം. The Bible talks a lot about holiness and how we should live as followers of Christ. പ്രിയമുള്ളവരെ, വചനം വിശുദ്ധിയെ കുറിച്ച് വളരെ വളരെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഒരു ക്രിസ്തുഭക്തൻ എങ്ങനെ അവന് വേണ്ടി ജീവിക്കണമെന്നും വചനം നമ്മെ പഠിപ്പിക്കുന്നു. For example, in 1 Peter chapter 1 verses 15 to 16, it says, "But just as he who called you is holy, so be holy in all you do, for it is written, be holy because I am holy." പ്രിയമുള്ളവരെ, 1 പത്രോസ് ലേഖനം 1-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് പോലെ പത്രോസ് സഭയോട് പറയുക, നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ
വിശുദ്ധൻ ആകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. This verse emphasizes that God is holy, and because we are called to be His children, we are also called to live in holiness. പ്രിയമുള്ളവരെ, വചനം ശക്തമായി എന്നോടും നിങ്ങളോടും ക്രിസ്തു വിശ്വാസികളോടും പറയുന്നത്, ആമേൻ, ദൈവം വിശുദ്ധനായതുകൊണ്ട്, കർത്താവ് വിശുദ്ധനായതുകൊണ്ട് നാം ദൈവമക്കളാണെന്ന് പറയുന്നെങ്കിൽ അവന്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്ന, അവന്റെ ക്യാരക്ടറുള്ള മക്കളായി, വിശുദ്ധിയുള്ളവരായി ഞാനും നിങ്ങളും തീരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. The idea of perfection in holiness is not necessarily about being flawless or sinless in the way we sometimes think of perfection. പലപ്പോഴും നമ്മുടെ വിചാരം, വിശുദ്ധി എന്നുള്ള വിചാരത്തില് നാം പോകുമ്പോൾ പലപ്പോഴും നാം പ്രവൃത്തി കൊണ്ട് വിശുദ്ധിയുടെ ഉന്നതികളിൽ എത്താൻ വേണ്ടി ശ്രമിക്കും. ഒരിക്കലും പ്രവൃത്തി കൊണ്ടുളവാകുന്ന ഒരു കുറവുമില്ലാത്തൊരവസ്ഥയല്ല വിശുദ്ധി എന്ന് നാം പറയുന്നത്. അത് പ്രവൃത്തിക്കാണ് ഊന്നൽ കൂടുതൽ കൊടുക്കുന്നത്. Instead, it's more about setting our hearts and lives on living for God, pursuing purity and growing in Christ-likeness. പ്രിയമുള്ളവരെ, പ്രത്യുത പിന്നെ എന്താണ് വിശുദ്ധി എന്ന് പറയുന്നത്? അവൻ നമ്മുടെ ഹൃദയം ദൈവത്തിൽ അർപ്പിച്ച്, നമ്മുടെ ഹൃദയം കർത്താവിൽ അർപ്പിച്ച്, അവന്റെ വചനത്തിൽ അർപ്പിച്ചിട്ട് അവനെ നോക്കി, അവന്റെ വചനം നോക്കി, അവൻ സ്വന്തം വിശുദ്ധിക്ക് വേണ്ടി അവൻ പൗലോസ് പറയുന്ന പോലെ ഞാൻ പിടിച്ചിരിക്കുന്നുവെന്ന് നിരൂപിക്കുന്നില്ല, ഒന്ന് ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നുകൊണ്ട് മുമ്പിലേക്ക് ലാക്കിലേക്ക് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവിലെ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുന്നു എന്ന് പറയുന്നത് പോലെ ഇന്നലെ തുളുമ്പിയ പാലിനെ കുറിച്ച് കരയുന്നതല്ല വിശുദ്ധി. അവൻ പിമ്പിലുള്ളത് മറന്ന് മുമ്പിലേക്ക് യേശുവിനെ പോലെയാകാൻ ഒരു കൊതിയോടുകൂടി ഓടുന്നതാണ് വിശുദ്ധിയിലേക്ക് ഓടുന്ന അവസ്ഥ എന്ന് പറയുന്നത്. It's not about reaching some unattainable level of perfect behavior, but more about continually striving to reflect God's character in our actions, thoughts and relationships. പ്രിയമുള്ളവരെ, വിശുദ്ധി എന്ന് പറയുന്നത് ഒരു കളങ്കവും ഇല്ലാതെ, ഒരു കള്ള ഒരു പൊടി പോലും, ഒരു സ്പോട്ട് പോലും ഇല്ലാതെ തന്നെത്താനെ കാക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യമല്ല വിശുദ്ധി എന്ന് പറയുന്നത്. പിന്നെ പ്രത്യുത എന്താണ്? അവൻ കർത്താവിലേക്ക് നോക്കി അവന്റെ മുഖം കണ്ണാടി പോലെ റിഫ്ലക്ട് ചെയ്യുന്നവരായി അവനെ പോലെ ആകാൻ മനസ്സ് വെച്ച് അവന്റെ അടുക്കലേക്ക് ഓടി അടുക്കുന്നതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ചിലപ്പോൾ ആ ഓട്ടത്തിനിടെ നിങ്ങളെ പിശാച് തള്ളി താഴേക്കെന്ന് വരും. പക്ഷെ വീണ്ടും ചാടി എഴുന്നേറ്റിട്ട് എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്ത് മേശം അവനെ ഓർത്തിട്ട്, കർത്താവേ, എന്റെ വിശുദ്ധിയുടെ പാരമ്യമല്ല, നിന്നെ ഞാൻ കെട്ടിപ്പിടിക്കുന്നു, പുത്രനെ കെട്ടിപ്പിടിച്ച് അവനെ പോലെ ആകാൻ, അവൻ അപ്പനെ പോലെ ആകാൻ ശ്രമിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ അവനെ പോലെ ആകാൻ കൊതിക്കുന്ന ആ വ്യഗ്രതയും അതിനുവേണ്ടിയുള്ള യത്നവും അതിനുള്ള അവൻ ശ്രമവും, അതിൽ കർത്താവിൽ ആശ്രയിച്ചുള്ള ശ്രമം, സ്വയമായ ശ്രമമല്ല. അല്ലാതെ ഒരു പാപവും ഒരു തെറ്റുമില്ലാതെ അവൻ യോഗിയായിട്ട് അങ്ങ് പോയി ഹിമാലയത്തിൽ വസിക്കുന്ന പരിപാടിയല്ല വിശുദ്ധി എന്ന് പറയുന്നത്. അവൻ പാപമുള്ള ലോകത്തിൽ, എന്നെയും തന്നെ ഇടറിക്കുന്ന ലോകത്തില് അവിടെ കർത്താവിനെ നോക്കി കർത്താവിനെ കെട്ടിപ്പിടിച്ച് അവന്റെ സ്വഭാവത്തെ കണ്ട് അവനെ പോലെ ആകുവാൻ ഉത്സാഹത്തോടെ ഓടുന്നതാണ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. Christ's return is a part of this because it reminds us that He will come back to judge the world and bring ultimate justice. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വിശുദ്ധിയിൽ നിങ്ങളെ നിർത്താൻ പലപ്പോഴും അവന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള അവൻ സ്വന്തം ചെയ്യുന്ന യാഥാർത്ഥ്യം നമ്മെ ഉണർത്തുവാനിടയാകും. കാരണം എന്താ? അവൻ കടന്നു വരുമ്പോൾ അശുദ്ധിയിലാണ് ഞാനും നിങ്ങളുമെങ്കിലും എടുക്കപ്പെടുകയില്ല എന്നുള്ള വാണിങ്, ഞാനിതാ കള്ളനെ പോലെ വരുന്നുവെന്നുള്ള വാണിങ്. അവൻ വരുമ്പോൾ അവന്റെ വചനത്തിൽ നിൽക്കാതെ, അവന്റെ ഉപദേശത്തിൽ നിൽക്കാതെ അങ്ങും ഇങ്ങും ഓടി നാം നടന്നാല്, അവൻ ഇല്ലെങ്കിൽ പാപത്തില് നാം ജീവിച്ചാല്, അവൻ സ്വന്തം അവൻ വരുമ്പോൾ കാഹളം ധരിക്കുമ്പോൾ എടുക്കപ്പെടുകയില്ല എന്നുള്ള ആ യാഥാർത്ഥ്യം, അവന്റെ മടങ്ങിവരവ് നമ്മെ വിശുദ്ധിയിൽ മുന്നേറാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമാണ്. Living in holiness helps us to prepare, keeping our hearts focused on Him and living out the love and truth He taught us. അതുകൊണ്ട് കർത്താവ് മടങ്ങി വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം
എന്നെയും നിങ്ങളെ വിശുദ്ധിയിലേക്ക് നയിക്കുമ്പോൾ എന്ത് സംഭവിക്കും ചോദിച്ചാൽ ആ വിശുദ്ധ ജീവിതം അവന്റെ വരവിനെ ഫോക്കസ് ചെയ്യാൻ എന്നെ നിങ്ങളെ സഹായിക്കും. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിൽ മുഴുകി ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ കാര്യങ്ങൾ നാളത്തെ കാര്യങ്ങളിൽ സ്ട്രെസ്സിലും ടെൻഷനിലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടിയിട്ട് അവന്റെ വരവെങ്കിൽ ഒരുങ്ങുവാൻ കഴിയാതെ എപ്പോഴും തിരിച്ചു വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പോലും പ്രാണിയില്ലാതെ കംപ്ലീറ്റ്ലി ടയേർഡായി അവൻ കംപ്ലീറ്റ്ലി ഈ വേൾഡ്ലി തിങ്ങിൽ എൻടാങ്കിൾഡ് ആയിട്ട് കംപ്ലീറ്റ് കാഹളം വരുമ്പോൾ കേൾക്കാൻ കഴിയാതെ ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ മടങ്ങി വരുമ്പോൾ നമ്മളെ എന്ത് ചെയ്യുന്നറിയാമോ? വിശുദ്ധിയെ തികയ്ക്കാൻ ഒരു വലിയ ഉത്സാഹം തരും. അങ്ങനെ ഞാൻ വിശുദ്ധിയെ തികയ്ക്കാൻ കർത്താവിനെ പോലെ ആകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവന്റെ വരവിനെ കുറിച്ച് ഉണരാൻ ഒരുങ്ങാൻ വലിയ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കും. It's also a way to honor God and be light to others. പ്രിയമുള്ളവരെ, അത് കർത്താവിനെ ആദരിപ്പാൻ ഒരവസരമാണ്. ഞാൻ നിങ്ങളും നമ്മെ തന്നെ വിശുദ്ധരായി കാക്കുമ്പോൾ അവൻ നമ്മുടെ സംഘത്തിൽ കൂടെ കേട്ടു അവന്റെ ആജ്ഞ അനുസരിക്കുന്ന അവൻ സ്വന്തം ചെയ്യുന്നു. അഹരോനോടും അവരുടെ മോശയോടും അവൻ സ്വന്തം ചെയ്യുന്നു. ശമൂവേലിനോടും അരുളി ചെയ്യുന്ന കർത്താവ് അവന്റെ കൽപ്പനകളെ കേൾക്കുന്ന അവൻ പറയുന്നത് അനുസരിക്കുന്നവരെ ചേർക്കാനാ കർത്താവ് വരുന്നത്. അപ്പോൾ അവനെ ഒബീഡിയന്റ് ചെയ്യുമ്പോൾ അവനെ അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് അത് കൊണ്ടുവരുന്നത്. അവനെ പോലെ ആയിരിക്കാൻ അവന്റെ വചനത്തിൽ നടക്കുമ്പോൾ അവന്റെ വരവുകൾ കാണപ്പെടുവാൻ അവൻ ആ യത്നം ആ വിശുദ്ധിയെ തേക്കുന്ന അവൻ സ്വന്തം ആ ശ്രമം നമ്മിൽ അവൻ ഉളവാക്കുവാൻ ഇടയായി തീരും. Here we have three key verses. The first verse is in Psalms 96:13. ആമേൻ. ആ മൂന്ന് താക്കോൽ വാക്യങ്ങള് ഈ മാസം കർത്താവ് തന്നിട്ടുണ്ട്. അത് ഒന്നാമത്തേത് 96-ാം സങ്കീർത്തനത്തിന്റെ 13-ാമത്തെ വാക്യമാണ്. സാംസ് 96 വേഴ്സ് 13 ഒന്നാമത്തെ വാക്യം. അത് നമുക്കൊന്ന് വായിക്കാം. 96-ാം സങ്കീർത്തനത്തിന്റെ 13-ാമത്തെ വാക്യം. Let all creation rejoice before the Lord, for he comes to judge the earth. He will judge the world in righteousness and the peoples in his faithfulness. ആ വചനം വായിക്കുമ്പോൾ എങ്ങനെ പറയുക? യഹോവയുടെ സന്നിധിയിൽ തന്നെ ഘോഷിക്കുക. കാരണം എന്താ? അവൻ നമ്മുടെ കർത്താവ് വരുന്നുവല്ലോ. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും വിധിക്കും. കർത്താവ് മടങ്ങി വരുന്നു എന്നുള്ള അവൻ ന്യായവിധിക്ക് വേണ്ടി മടങ്ങി വരുന്നുവെന്ന് ആ താക്കോൽ വാക്യം നമ്മെ ഓർപ്പിക്കുന്നു. The important point on this verses is the Christ is coming as judge. ആമേൻ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ഭൂമിയിലേക്ക് ന്യായാധിപനായി എന്റെ യേശു കർത്താവ് ഈ ഭൂമിയെ വിധിപ്പാൻ വരുന്നു എന്നുള്ള സത്യം ഇത് നമ്മെ ഓർപ്പിക്കുന്നു. I have elaborated this thing in 3 sentences. That is, first is Jesus is coming in righteousness and truth. ആമേൻ. 3 കാര്യം ആ വാക്യത്തോടുള്ള ബന്ധത്തില് എനിക്ക് ഉദ്ധരിപ്പാനായിട്ടുണ്ട്. യേശു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ നീതിയോടുകൂടിയാണ് വരുന്നത്. അവൻ സത്യത്തോടുകൂടിയാണ് വരുന്നത്. His judgment is just and holy. അവന്റെ വിധികളൊക്കെയും അത് നീതി ഉള്ളതാണ്, അത് വിശുദ്ധിയുള്ള വിധികളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. To stand before a holy judge, we must pursue holiness in our daily life. അതുകൊണ്ട് ഇന്ന് പകൽ ഓർത്തോണം, ന്യായാധിപന്റെ ക്യാരക്ടറെ വിശുദ്ധിയിൽ ഇരുന്ന് സത്യത്തിൽ ന്യായം വിധിക്കുന്ന ന്യായാധിപതിയായ യേശുവിന് മുമ്പിൽ എനിക്കും നിങ്ങൾക്കും ആ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കണമെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി എന്ന ഗുണവിശേഷം ഉണ്ടാകണം. ഇല്ലെങ്കിൽ അവന് മുമ്പാകെ നിൽക്കാൻ എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ കഴിയുകയില്ല. And the second key word is 1 John chapter 3 verses 2 to 3. ആമേൻ. രണ്ടാമതായി ഈ മാസം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ഉപവാസ പ്രവർത്തനത്തിൽ തന്ന താക്കോൽ വാക്യം എന്ന് പറയുന്നത് 1 യോഹന്നാൻ സ്വന്തം ചെയ്യുന്നു 2-ന്റെ 3-ഉം 4-ഉം വാക്യങ്ങളാണ്. 3-ന്റെ 2-ഉം 3-ഉം വാക്യങ്ങള്. 1 യോഹന്നാന്റെ ലേഖനം 3-ന്റെ 2-ഉം 3-ഉം വാക്യങ്ങൾ വായിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ താൻ നിർമ്മലീകരിക്കുന്നു. The elaboration of this verses is our hope produces purity. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ള ഒരു വാചകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രത്യാശ
നമ്മൾ വിശുദ്ധിയെ ഉളവാക്കുന്നു. വിശുദ്ധിയിൽ ജീവിപ്പാനുള്ള വ്യഗ്രതയും ആഗ്രഹവും അവൻ നമ്മുടെ പ്രത്യാശ നമ്മൾ ഉളവാക്കുന്നു. Our future transformation motivates present purification. അവൻ നമ്മുടെ ഭാവിയിലുള്ള രൂപാന്തരത്തെ കുറിച്ച് ഓർക്കുമ്പോൾ, കാരണം യോഹന്നാൻ അപ്പോസ്തലൻ പറയുക, നാം ഇന്നതാകുന്നു, ഇതുവരെ എന്തായിട്ടില്ല, പ്രത്യക്ഷനായിട്ടില്ല, പക്ഷെ അവൻ വരുമ്പോൾ അവൻ ഇരിക്കുന്ന പോലെ അവനെ നാം കാണുന്നതാകൊണ്ട്. കാരണം യോഹന്നാൻ അനുഭവമുണ്ട്. പത്മോസിൽ അവൻ ഇരിക്കുന്ന പോലെ കാണാൻ നോക്കിയപ്പോൾ കഴിഞ്ഞില്ല, ബോധം കെട്ട് താഴെ വീണു. അവനൊരു കാര്യം മനസ്സിലായി, അവൻ ഇരിക്കുന്ന പോലെ കാണണമെങ്കിൽ അവനോട് സദൃശരാകണം. ഈ ശരീരത്തിൽ എന്ത് വരണം? രൂപാന്തരം വരണം. ആ രൂപാന്തരത്തെ കുറിച്ചുള്ള പ്രത്യാശയുള്ള ഓരോ വ്യക്തിയും എന്ത് ചെയ്യുന്നറിയാമോ? വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കും, ദൈവകാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. ഈ ഭൂമിയിലുള്ള ബന്ധങ്ങളും ഈ ഭൂമിയുള്ള കർത്തവ്യങ്ങളും കർത്താവിന്റെ വിശുദ്ധിയും കർത്താവിന്റെ ഇഷ്ടവും വരുമ്പോൾ ഭൂമിയുള്ള ബന്ധങ്ങളും ഭൂമിയിലെ കർത്തവ്യങ്ങളും പുറകിലോട് തൊഴിച്ചു കളഞ്ഞിട്ട് കർത്താവിന്റെ വചനത്തിനും കർത്താവിന്റെ ഇഷ്ടത്തിനും പ്രാധാന്യം കൊടുക്കും. The second one is the hope of becoming like Christ should lead us to live like a Christ now. ആമേൻ. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ പോലെ ആകും എന്നുള്ള പ്രത്യാശ, രൂപാന്തരം പ്രാപിക്കും എന്നുള്ള പ്രത്യാശ. അവൻ പൗലോസ് പറയുമ്പോൾ അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ കാഹളം ധ്വനിക്കുമ്പോൾ നൊടി നേരത്തിനുള്ളിൽ നാം രൂപാന്തരപ്പെടുമെന്നുള്ള പ്രത്യാശ എന്ത് നമ്മൾ ഉളവാക്കും ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ എനിക്ക് യേശുവിനെ പോലെ ആകണം, യേശുവിനെ പോലെ വിശുദ്ധനാകണം, യേശുവിന്റെ വാക്ക് എനിക്ക് കാക്കണം, യേശുവെ പോലെ ജീവിക്കണം എന്നുള്ള വ്യഗ്രത ഒരു ഭക്തന്റെ ഉള്ളിൽ ഉളവാക്കും. And holiness is evidence of genuine hope in his return. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും വിശുദ്ധിയെ തികയ്ക്കാൻ മുൻതൂക്കം കൊടുക്കുമ്പോൾ ഈ ലോകത്തിലെ മനുഷ്യന്റെ അഭിപ്രായങ്ങൾക്കും സമൂഹത്തിന്റെ വിലയ്ക്കും മുൻതൂക്കം കൊടുക്കാതെ ക്രിസ്തുവിന്റെ വചനത്തിനും ആരാധനയ്ക്കും മുൻതൂക്കം കൊടുക്കുമ്പോൾ അത് നമ്മിലെ പ്രത്യാശയെ വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഭൂമിയില് രക്തബന്ധങ്ങളും അവൻ സമൂഹങ്ങളും ഒക്കെ പോകും. അവൻ അങ്ങേക്കരെ എത്തണമെങ്കിൽ വിശുദ്ധിയെ തേക്കുന്നവർക്കല്ലാതെ, കർത്താവിനെ കാണണമെന്ന് കൊതിയുള്ളവർക്കല്ലാതെ സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം നാം ഗ്രഹിച്ച് ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ നാം നോക്കും. And the last key word is verses is Revelation chapter 22 verses 11 and 12. അവസാനത്തെ ഈ മാസം പരിശുദ്ധാത്മാവ് സഭയായി നമുക്ക് തന്നിരിക്കുന്ന താക്കോല വാക്യം എന്ന് പറയുന്നത് അവൻ വെളിപ്പാട് പുസ്തകം 22 അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളാണ്. ഇങ്ങനെയാണ് കർത്താവ് യോഹന്നാനോട് വെളിപ്പാടിൽ പറയുന്നത്, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, അവൻ സ്വന്തം നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. The heading for this verse is our choice determines our eternal state. അവൻ നമ്മുടെ തിരഞ്ഞെടുപ്പ് നിത്യതയെ ഉറപ്പാക്കും, നമ്മുടെ നിത്യതയെ തീരുമാനിക്കും. When Christ returns, there will be no more time to change. ഒരു കാര്യം ഓർക്കണം, ഇന്ന് ഈ ഇൻസ്റ്റന്റ് കാഹളം ധ്വനിച്ചാൽ ഓടി ഞാൻ ക്ലിയറാക്കാൻ അവസരം കിട്ടത്തില്ലെന്ന് ഓർത്തോണം. ഇന്ന് കാഹളം ധ്വനിച്ചാൽ, ഈ സെക്കൻഡിൽ കൊളിച്ചാൽ, കർത്താവേ ഞാൻ റിപ്പന്റ് ചെയ്യുന്നു, കരയാൻ അങ്ങനെ ഓടി വരാൻ പറ്റില്ലെന്ന് ഓർക്കണം. കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ താൻ വരുന്നുവെന്നല്ല ചെയ്ത കർത്താവ്, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു എന്ന് പറഞ്ഞ കർത്താവ്. അതുകൊണ്ട് അവൻ വരാൻ അല്ല മൊമെന്റ് നോക്കിയിരിക്കരുത്. ഇന്നു മുതലേ വിശുദ്ധിയെ തികയ്ക്കാൻ, അവന്റെ വേല തികയ്ക്കാൻ, അവന് വേണ്ടി പ്രവർത്തിക്കാൻ, അവൻ ആ സ്വർഗരാജ്യത്തിൽ നിക്ഷേപിപ്പാൻ നീ സമയം കണ്ടെത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് അവൻ ഈ കാര്യം നമ്മെ ഓർപ്പിക്കുന്നു. Our character has to be fixed for eternity. അവൻ നമ്മുടെ സ്വഭാവം നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാക്കി തീർക്കണം, നിത്യതയ്ക്ക് അനുസാരമാക്കി തീർക്കണം. Jesus comes with reward and holiness prepare us to receive it. പ്രിയമുള്ളവരെ, കർത്താവിന്റെ പക്കൽ എന്തോ ഉണ്ട്? പ്രതിഫലമുണ്ട്. അതുകൊണ്ട് കർത്താവ് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തെ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. അവൻ മടങ്ങി വരുമ്പോൾ പ്രതിഫലങ്ങളുമായിട്ടാണ് വരുന്നത്. ഒത്തിരി നിങ്ങൾ സങ്കടപ്പെട്ടില്ലേ? ഒത്തിരി നിങ്ങൾ കരഞ്ഞില്ലേ? ഒത്തിരി ഉടഞ്ഞില്ലേ? കർത്താവ് പറയാ, കുഞ്ഞെ ഞാൻ പ്രതിഫലവുമായിട്ട് മടങ്ങി വരികയാ. പക്ഷെ ഒരു കാര്യം, വിശുദ്ധി തികയ്ക്കുന്നവൻ വിശുദ്ധി എന്ത് ചെയ്യട്ടെ? തികയ്ക്കട്ടെ. അഴുക്കായി ഉഴപ്പുന്നവൻ ഉഴപ്പിക്കോട്ടെ. നിർബന്ധമില്ല, ഇത് ആരെയും പിടിച്ച് നിർബന്ധിച്ച് വലിച്ചെന്നാക്കുന്ന പരിപാടിയല്ല. ഇറ്റ് ഈസ് യുവർ ചോയ്സ്, നിന്റെ തീരുമാനമാ. അവൻ പ്രതിഫലവുമായി
നാഥൻ വരുമ്പോൾ വിശുദ്ധിയോടെ ജീവിക്കുന്നവർക്ക് മാത്രമേ അവന്റെ പക്കൽ എന്തോ ഉള്ളൂ, പ്രതിഫലമുള്ളൂ. അന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങൾ തെരുക്കൾ പ്രസംഗിച്ചു, ഞങ്ങൾ ഇത് ചെയ്തു. കർത്താവ് പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോ, ഞാൻ നിങ്ങളെ ഒരു നാളും എത്തിയിട്ടില്ല. ആമേൻ സ്തോത്രം. അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുന്ന മോശയോടും ആമേൻ സ്തോത്രം ചെയ്യുന്ന ശമൂലിനോടുമാണ് കർത്താവിന് സംസാരിക്കാനുള്ളത്. അവർക്കാണ് കർത്താവിന് പ്രതിഫലം കൊടുക്കാനുള്ളത്. അല്ലാത്തവർക്ക് ആമേൻ സ്തോത്രം ദൈവവഴി വിട്ടിട്ട് പലവട്ടം കേട്ടിട്ടും മറുതലിക്കുന്നവർക്ക് അവരുടെ പ്രവൃത്തികൾ പ്രതികാരകനാണ്. ആമേൻ. ബൈബിൾ അങ്ങനെയാ സങ്കീർത്തനങ്ങൾ വായിച്ചത്. അവർക്ക് പ്രതിഫലമല്ല, പ്രതികാരം കൊടുക്കാനാണ് കടന്നു വരുന്നത്. നല്ലത് പകൽക്കാലം പ്രിയമുള്ളവരെ, പ്രതിഫലമുള്ളത് കൊണ്ട് അവന്റെ വരവെങ്കിൽ നാം ഒരുങ്ങണം വിശുദ്ധിയോടെ. We just heard about what is perfecting holiness. നാം കേട്ടു പ്രിയമുള്ളവരെ, എന്താണ് വിശുദ്ധിയെ തേക്കുക എന്നുള്ളത്. Now let's talk about how we can pursue holiness in everyday life. അതുകൊണ്ട് നമുക്ക് ചില ചിന്തകൾ എങ്ങനെ ദൈനംദിന ജീവിതത്തിൽ വിശുദ്ധിയെ നമുക്ക് പിൻപറ്റാം എന്നതിനെ കുറിച്ച് അല്പമായി ചിന്തിക്കാം. Holiness is not just for Sundays, it's for every moment of our lives. പ്രിയമുള്ളവരെ, ഞായറാഴ്ച പകൽക്കാലം കർത്തൃവേഷ എടുക്കാൻ വേണ്ടിയുള്ള ഒരുക്കം മാത്രമല്ല വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. അത് ഞായറാഴ്ചത്തേക്കുള്ള ഒരു ദിവസത്തെ പരിപാടിയല്ല. എല്ലാ ദിവസവും, ആഴ്ചയിൽ 7 ദിവസവും ഓരോ മൊമെന്റും വിശുദ്ധിയെ തികച്ച് ഞാനും നിങ്ങളും ജീവിക്കേണ്ടത് ആവശ്യമാണ്. Let's explore how we can walk in holiness daily. അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം എങ്ങനെ സാധാ മനുഷ്യരായി എനിക്കും നിങ്ങൾക്കും വിശുദ്ധിയിൽ ഓരോ ദിവസവും മുന്നേറാൻ സാധിക്കുമെന്ന് നോക്കാം. First, let's understand what it means to be holy. ഒന്ന്, എന്താണ് വിശുദ്ധി എന്ന് പറയുന്നതിനെ ഗ്രഹിക്കാം. Spend time in God's word daily. ആമേൻ. ദൈവസന്നിധിയിൽ അവന്റെ വചനവുമായി അവന്റെ ശബ്ദം കേൾക്കാൻ ബൈബിൾ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആമേൻ. വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ദൈവമാകുന്ന വചനത്തോടൊപ്പം അവൻ സ്വന്തം ജസ്റ്റ് കേൾക്കുക മാത്രമല്ല, അവനോട് ആ വചനത്തോടൊപ്പം ചെലവഴിപ്പാൻ മനസ്സ് ഉള്ളവരായി എല്ലാ ദിവസവും നമുക്ക് തീരാം. Let's read the Psalm chapter 119 verses 11. ആമേൻ. പ്രിയമുള്ളവരെ, സങ്കീർത്തനം 119 ആമേൻ 11ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ദൈവവചനത്തെ കുറിച്ച് ശക്തമായി പറയുന്ന സങ്കീർത്തനമാണല്ലോ 119ാം സങ്കീർത്തനം. 119ാം സങ്കീർത്തനത്തിന്റെ ആമേൻ 11ാമത്തെ വാക്യം Tells us, I have hidden your word in my heart, that might not sin against you. നോക്കണേ, അവിടെ ശ്രദ്ധിക്കണം. ഈ വചനവുമായിട്ട് സമയം ചെലവഴിച്ചാലും ഗുണം എന്താണെന്നറിയാമോ? ദൈവത്തോട് അതെ, വെളിച്ചമാണ് ദൈവം, വെളിച്ചത്തിൽ എന്തോ ഇല്ല, ഇരുട്ടില്ല എന്ന് പറഞ്ഞതുപോലെ ഈ വചനവുമായി നീ അടുത്ത സമയം. അതുകൊണ്ട് ഈ ബൈബിൾ സ്റ്റഡിക്ക് കയറി എപ്പോഴും വായിക്കണം, കേൾക്കണം എന്ന് പറയുന്നത് പ്രാന്ത് പിടിച്ച് വരെ തൊഴിലില്ലാഞ്ഞിട്ടല്ല. ഇതെന്റെ ഉള്ളത്തിൽ വസിക്കുമ്പോൾ ദൈവത്തോട് പാപം ചെയ്യാൻ ഇടയാകത്തില്ല. പറഞ്ഞ വാക്ക് കേട്ടല്ലോ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നു? ഇന്ന് പകൽക്കാലം പാപം ചെയ്യാതിരിക്കാൻ എങ്ങനെ വിശുദ്ധി, അതിനുള്ള പ്രാവർത്തിക സ്റ്റെപ്പുകളാണ് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങൾ പറയുന്നത്. ഇത് വലിയ കട്ടിയുള്ള കാര്യമില്ല. മനസ്സ് വെച്ചാൽ എനിക്ക് നിങ്ങൾക്കും എല്ലാം സാധിക്കുന്ന ഒരു കാര്യമാണ്. Reading and meditating on scriptures helps us to understand God's will and align our lives with it. ദൈവപ്രിയമുള്ളവരെ, ദൈവമക്കളെ, ദൈവവചനം വായിക്കുന്നതും അവന്റെ വചനത്തിൽ ധ്യാനിക്കുന്നതും നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാനും ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനും എന്നെ നിങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. Next, let's talk about our actions. അടുത്തത് പ്രവൃത്തിയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എങ്ങനെ നാം പ്രവർത്തിക്കണം, പ്രതികരിക്കണം. Colossians chapter 3 verses 17. അവൻ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 17ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. കൊലോസ്യർ 3:17. Here this encourages us, and whatever you do, whether in word or deed, do it all in the name of the Lord Jesus. Give thanks to God the Father through him. ശ്രദ്ധിക്കണമേ, പൗലോസ് കൊലോസ്യരോട് പറയുക, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും, നോക്കണം, വാക്കും പ്രവൃത്തിയും, വാക്കിനാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടും ഇരിപ്പിൻ. അയ്യോ, എന്തൊരു നല്ല ജീവിതമാണ്. അങ്ങനെയാണെങ്കിൽ എന്തെളുപ്പമാകും മറ്റുള്ള മനുഷ്യരോടൊക്കെ സംസാരിക്കുമ്പോഴും അവൻ ഇടപെടുമ്പോഴും എന്റെ പെരുമാറ്റം, എന്റെ രീതികളെ ക്രമീകരിക്കാൻ ഇതെന്നെ സഹായിക്കും. പലപ്പോഴും നമ്മൾ എടുത്തടിച്ച് മറുപടി പറയുന്നവരാ, മുറിപ്പെടുത്തുന്നവരാ. എന്നാൽ നീ ചെയ്യുന്നത് ആ പ്രവൃത്തി, ആ ചിന്ത, ആ സംസാരം, ആമേൻ സ്തോത്രം. ഇവിടെ നോക്കണം, ക്രിസ്തുവിന്റെ നാമത്തിൽ നീ ചെയ്യുമ്പോൾ
അവൻ ദൈവത്തെ മുൻനിർത്തി ചെയ്യുമ്പോൾ സൗമ്യതയോട് ഇടപെടുവാൻ, അത് മക്കളോടാണേലും ഭർത്താവിനോടാണേലും ഭാര്യയോടാണേലും അവൻ സ്വന്തം ചെയ്യുന്നു, പാസ്റ്ററോടാണേലും വിശ്വാസികളോടാണേലും അവൻ ദൈവത്തെ മുൻനിർത്തി ചെയ്യുമ്പോൾ അത് പ്രത്യേകതയുണ്ട്. പ്രിയമുള്ളവരെ, Our actions should reflect our commitments to Christ. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രവർത്തികൾ ക്രിസ്തുവിനോടുള്ള നമ്മുടെ ഉഭയസമ്മതം അവൻ സ്വന്തം വെളിവാക്കുന്നതാകണം നമ്മുടെ പ്രവർത്തികളും നമ്മുടെ സംസാരവും. One practical way to pursue holiness in our action is by serving others. നമ്മുടെ ജീവിതത്തില് അവൻ ക്രിസ്തുവിന്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്ന ഒരു അവൻ സ്വന്തം രീതിയാണ് നാം ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവരാകണം. യേശുനാഥൻ ഒരിക്കലും വന്ന് എന്റെ കാല് തുടയ്ക്കാനും കാല് തീരുമാനം പറഞ്ഞില്ല. അവൻ എന്ത് ചെയ്തു? അരയിൽ തുവർത്ത് ചുറ്റിയിട്ട് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. അവൻ സ്വന്തം ഞങ്ങൾ പറയുമ്പോൾ അതിനെ ദാസ്യ സേവനം, സെർവന്റ് ലീഡർഷിപ്പ്. നിങ്ങൾ ഒരുവൻ നേതാവാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ മറ്റൊരുത്തന്റെ ദാസൻ ആകട്ടെ. മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാൻ യേശുവിനെ പോലെ മനസ്സുള്ളവരാകണം. അത് നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. As I said that we have a moment of Holy Spirit here right now, because the verse that I'm going to say right now, he already told it before. പ്രിയമുള്ളവരെ, ഞാൻ അവൻ സ്വന്തം അതുകൊണ്ട് പലപ്പോഴും പരിഭാഷപ്പെടുത്തുമ്പോൾ ഞാൻ എക്സാക്ട് വാക്കുകളല്ല പരിഭാഷപ്പെടുന്നത്. ചിലർക്ക് അത് ഇഷ്ടമല്ല. കാരണം അതിന്റെ ദൂത പറയേണ്ടത്, ദൂത് മെസ്സേജ് പറയുന്ന മനുഷ്യനുമായിട്ട് എന്ത് ചെയ്യണം? അവൻ കണക്റ്റഡ് ആകണം. അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ ചില പറയാതെ വേറെ പ്രസംഗമല്ല, നിനക്ക് ചിന്തിച്ചാൽ ദൂത് സെയിം ആയിരിക്കും. ആ വ്യക്തി പറയുന്ന അവൻ സ്വന്തം ഒരുപക്ഷെ എല്ലാം പറഞ്ഞില്ലേലും പരിശുദ്ധാത്മാവ് ആ പരിഭാഷയിൽ കൂടി ദൂത് അന്തസത്ത നിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാനാണ് പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം. അല്ലാതെ ഇവിടെ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വ്യക്തി നന്നായിട്ട് വാക്കുകൾ കറക്റ്റ് വാക്കുകൾ അവൻ മെസ്സേജ് ഇസ് വാട്ട് മാറ്റേഴ്സ്. അതുകൊണ്ടാണ് പലപ്പോഴും അവൻ ഒരാള് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വചനം ഒഴുകും. അത് പ്രസംഗിക്കുന്നവർക്കറിയാം അതേ വാക്ക് ഇവിടെ വരും. ഇല്ല, ഞാൻ ട്രാൻസ്ലേഷൻ അടുത്ത ദൂത് അവർക്കുള്ളിൽ പ്രകാശിക്കും. അതെന്തുവാ ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ കഴിവല്ല, അത് എഴുതി ഉണ്ടാക്കി കൊണ്ടുവരുന്നതല്ല, ആത്മാവ് ചലിച്ചിട്ട് പിന്നെ വചനം ഉരുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഓർത്തോണം, ഞാൻ എപ്പോഴും എന്നെ ട്രാൻസ്ലേഷൻസ് നോട്ട് എക്സാക്ട് വോട്ട്, അത് അവരുടെ പാണ്ഡിത്യം കാണിക്കാനുള്ള പരിപാടി. ഇത് പാണ്ഡിത്യം കാണിക്കുന്ന പരിപാടിയല്ല. വചനം സഭയ്ക്കുള്ളിലേക്ക് പോകണം, ദൂത് ജനത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങണം. ഞാൻ മനസ്സിലാക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധം അവിടെ ഉണ്ട്. ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് കർത്താവിന്റെ ദാസൻ ട്രാൻസ്ലേറ്റ് ചെയ്തത്. Jesus said the ultimate example of service in John chapter 13 verses 14 to 15. ആമേൻ. ഏറ്റവും നല്ല ദാസ്യ സേവനത്തെ കുറിച്ച്, എങ്ങനെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കണം എന്നതിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തില് കർത്താവ് അതിനെ കുറിച്ച് സംസാരിക്കാനിടയായി. യോഹന്നാന്റെ സുവിശേഷം ചാപ്റ്റർ 13 വേഴ്സ് 14 and 15. ആമേൻ. അതിന്റെ 14-15 വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് ശുശ്രൂഷയെ കുറിച്ച് എന്ത് പറഞ്ഞുവെന്ന് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ ഇതൊക്കെ സഭകളിൽ കാണാൻ പറ്റുന്നുണ്ടോ പ്രിയമുള്ളവരെ? അവൻ എങ്ങനെ കാല് വഴിക്കണം എന്നുള്ളതാണ് നോക്കുന്നത്. കർത്താവ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതാണ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. So I don't want to read that verse because Pastor already read it. കർത്താവിന്റെ ദാസൻ വായിച്ചുകൊണ്ട് വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. Serving others with love and humility is a powerful expression of holiness. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ ചില അധികാരം എടുത്തുള്ള ശുശ്രൂഷയില്ല. അത് താഴ്മയോടും ക്രിസ്തുവിന്റെ ദാസ്യഭാവം പൂണ്ടും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുമ്പോൾ അത് വിശുദ്ധിയുടെ ഒരു മാനദണ്ഡമാണ്. അത് കർത്താവിന്റെ സ്വഭാവം ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന ഒരു രീതിയാ. ഇന്ന് പകൽക്കാലം വിശ്വാസികൾ എന്ന നിലയിൽ എവിടൊക്കെ നിങ്ങൾക്ക് ശുശ്രൂഷിക്കാൻ പറ്റുമോ, ഭക്തന്മാരെ ശുശ്രൂഷിക്കാൻ പറ്റുമോ, പരസ്പരം ശുശ്രൂഷിക്കാൻ പറ്റുമോ, അതിനുവേണ്ടി മുന്നിട്ട് നിൽപ്പി. ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റുമോ, അതിനുവേണ്ടി മുന്നിട്ട് നിൽപ്പി. ദൈവപ്രവൃത്തി എനിക്ക് ആ സ്വാർത്ഥതയുടെ ആ ഭാവം മാറിയിട്ട്, ആ സെൽഫിഷ് കാര്യം മാറിയിട്ട് ക്രിസ്തുവിന്റെ ഭാവം, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള മനസ്ഥിതി. ഇന്ന് പകൽക്കാലം ഓർക്കണം, എത്രയോ പേര് നിങ്ങളുടെ വീടുകളിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾ എത്ര വീടുകളിൽ പോയി പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട്? ഒരു ദാസ്യ സേവന മനോഭാവം നിങ്ങളുടെ ഉള്ളിലില്ലെങ്കിൽ പിന്നെ വിശുദ്ധി പറഞ്ഞിട്ട് എന്താ? അതുകൊണ്ട് വിശുദ്ധി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറ്റൈൻ ചെയ്യുന്ന ഒരു കാര്യമല്ല, ക്രിസ്തുവിനെ പോലെ ആകാൻ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. Now let's consider our speech. ഇനി നമ്മുടെ വർത്തമാനത്തെ കുറിച്ചൊന്ന് നോക്കാം. We can read the Ephesians chapter 4 verse 29. ആമേൻ. പ്രിയമുള്ളവരെ, എഫെസ്യ ലേഖനം
4:29 വാക്യം നമുക്കൊന്ന് വായിക്കാം. It advises, do not let any unwholesome talk come out of your mouth, but only what is helpful for building others up, according to their needs, that it may benefit those who listen. പരിശുദ്ധാത്മാവിൽ പൗലോസ് ഞങ്ങൾ കുടുംബമായി കുടുംബ പ്രാർത്ഥനയിൽ വായിച്ച് പഠിച്ചു വരുന്ന ഒരു ഭാഗമാണിത്. അവിടെ പരിശുദ്ധാത്മാവ് പൗലോസ് കൂടി പറയുകയാ, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. Our words have to power to uplift or tear down, so we must use them wisely. പ്രിയമുള്ളവരെ, ടൈം കിട്ടാറില്ല. കാരണം അറയ്ക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ അറയ്ക്കപ്പെട്ടവർ ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച ഒന്ന് പറഞ്ഞു, അറയ്ക്കപ്പെട്ടവർ ലിസ്റ്റ് ഒന്നും പറഞ്ഞു വിട്ടേ ഉള്ളൂ, നമുക്ക് മൊത്തം ഡിസ്കസ് ചെയ്യാൻ പറ്റിയില്ല. അതിലൊന്നാണ് കൊലപാതകർ. അറയ്ക്കപ്പെട്ടവർ പറഞ്ഞിട്ട് അറയ്ക്കപ്പെട്ട ലിസ്റ്റുകൾ പോയി. പക്ഷെ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് കൊലപാതകം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കത്തിയെടുത്ത് കുത്തുന്നതല്ല. ബൈബിൾ സങ്കീർത്തനത്തിൽ പറഞ്ഞ ഞാൻ വസിക്കുന്ന ജനം നാവുകൾ കുന്തങ്ങളും അല്ലല്ല മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന നിങ്ങളുടെ വായിലെ നാമെന്ന് പറയുന്ന വാള. നീ പറയുന്ന ഒരു വാക്ക്, നീ പറയുന്ന ഒരു വാചകം നിന്റെ ഭാര്യയോടാണ്, ചിലപ്പോ തമാശനായിരിക്കും. ചിലപ്പം നീ ഒരു മണ്ടി കഴുതിയാന്നൊക്കെ പറയുമ്പോൾ ചില സമയത്ത് അത് വളരെ വളരെ മുറിപ്പെടുത്തും. ഓർത്തോണം, കൊലപാതകം കത്തികൊണ്ട് കുത്തി കൊല്ലണമെന്നില്ല. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും പറയുന്ന ഒരു വാക്ക് സ്വന്തം ചെയ്യുന്നു. അതുകൊണ്ട് ഓർത്തോണം, നാവ് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. ചിലപ്പോൾ നിനക്കത് ഒന്നും ചിന്തിക്കുന്നില്ലായിരിക്കാം. കത്തി കൊണ്ട് അറിയാതെ ചങ്ങൽ കുത്തിയിട്ടേക്കോ ഞാനൊന്നും ചിന്തിച്ചെന്ന് പറഞ്ഞ കാര്യമുണ്ട്, പുള്ളിയുടെ ജീവൻ പോകും എന്ന് പറഞ്ഞ പോലെ ഇന്ന് പകൽക്കാലം നാം പറയുന്ന വാക്കുകൾ വളരെ ഉത്തനാൽ രുചി വരുത്തിയതും അത് ആത്മീക വർധന വരുത്തുന്നതുമാകുവാൻ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളും വളരെ ശ്രമിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. Another key aspect is our relationship. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബന്ധങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ബന്ധങ്ങൾ. You can see on the 1 Corinthians chapter 15 verses 33. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. This was, do not be misled. Amen. Bad company corrupts good character. Amen. അതുകൊണ്ട് പറയുക, വഞ്ചിക്കപ്പെടരുത്. നോക്കണം, ക്രിസ്തു നിങ്ങളെ ആരാധനയ്ക്കായി വിളിച്ചു വേർതിരിച്ചിരിക്കുമ്പോൾ പിന്നെ നിനക്ക് മിസ്രൈമ്യമായിട്ട് പിന്നെ ഒരു ആരാധനയില്ല. യു കനോട്ട്. അതുകൊണ്ട് ആ പ്രത്യേകാൽ പറഞ്ഞു, നീ ഇറങ്ങി തിരിച്ചു കഴിയുമ്പോൾ കുതിരയ്ക്കോ ഒന്നിനും വേണ്ടി നീ വീണ്ടും തിരിച്ചെവിടെ പോകരുത്. പക്ഷെ സോളമൻ അത് തെറ്റിച്ചു. അതുകൊണ്ട് അവന്റെ രാജ്യം കീറിപ്പോയി. വചനം വിട്ടു കളഞ്ഞ നന്മയാകത്തില്ല. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കണം, ബാഡ് ക്യാരക്ടർ, ഈവിൾ അസോസിയേഷൻ. അതുകൊണ്ടാണ് പറയുന്നത്, ഡു നോട്ട് ബി ഡിസീവ്ഡ് എന്ന് പറയുക. സ്വന്തം ചെയ്യുന്നു ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. അപ്പൊ ദുർഭാഷണം എന്ന് പറയുന്നത് നിന്റെ റിലേഷൻഷിപ്പ്, ഞാൻ പോയി വാഗൊണ്ട് ചീത്ത പറയുന്നവനുമായിട്ട് കർത്താവുമായി ബന്ധമില്ലാത്തവനുമായിട്ട് പോയി കൂട്ടുകൂടാൻ പോയാൽ എന്ത് പറ്റുമെന്നറിയാമോ? അവൻ പറയുന്ന എഫും അവൻ പറയുന്ന ഇതും എന്റെ വായിക്കാത്തോട് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ശ്രദ്ധിക്കണം, അത് അവിടെ പറയുന്ന കാര്യം. നീ ദൈവകൃപ സംസാരിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യനുമായിട്ട് കൂട്ടുകൂടാതെ മറ്റുള്ള മധ്യത്തിലേക്ക് ഇറങ്ങി ചെന്നാൽ അവരുമായിട്ട്, അതുകൊണ്ട് നാട്ടിൽ ചൊല്ലും, മുല്ലപ്പൂമുടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം. നീ ആരോട് അസോസിയേറ്റ് ചെയ്യുന്നു അവരുടെ രീതികൾ നിന്നിൽ എന്ത് ചെയ്യും? പ്രതിഫലിക്കും. അതുകൊണ്ടാ പറയുന്നത്, വഞ്ചിക്കപ്പെടരുത്. ഈവിൾ അസോസിയേഷൻ കറപ്റ്റ്സ് ഗുഡ് കറക്റ്റർ. നീ ആരാധിക്കുന്നിടത്ത് ഇല്ലെങ്കിൽ നിന്നെ ഏത് വലിച്ചുകൊണ്ട് പുറമോട്ട് പോകും. നീ ഇറങ്ങി തിരിച്ച വിശുദ്ധിയും മുമ്പോട്ട് വെച്ച ചുവടും ഒക്കെയും ഓട്ടോമാറ്റിക്കായിട്ട് പുറമോട്ട് അത് വലിച്ചോടും. പിന്നെ പുറമോട്ട് വലിക്കാനാണ് ശത്രുവിന്റെ വലിയ തന്ത്രം എപ്പോഴും പ്ലാൻ എന്ന് മറന്നുപോകുന്ന പരിശുദ്ധ ഓർപ്പിക്കുക. So surround yourself with people who encourage you to grow in your faith and pursue holiness. അതുകൊണ്ട് നീ ആരെ കൊണ്ട് ചുറ്റണം ചോദിച്ചു, നിന്നെ വെല്ലുവിളിക്കുന്ന എങ്ങനെയാ? വിശ്വാസത്തെ വെല്ലുവിളിക്കുന്നവരാണ്, വിശ്വാസത്തിൽ ചലഞ്ച് ചെയ്യുന്നവരാണ്, വിശ്വാസത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. ഉഴപ്പരുടെ അടുക്കലോട്ട് പോയിരുന്നാല് സാല നമുക്കും പോകാമല്ലോ. അത് പിന്മാറ്റം എന്നൊരു കാര്യം, വലിയ ബാക്ക് സ്ലൈഡിങ്. നോക്കണേ, തോമസും ദിദിമോസും യോഹന്നാനും
എല്ലാം യാക്കോബ് എല്ലാം കൂടെ ആളോട് പത്രോസ് എന്ന് പറഞ്ഞ പിന്മാറ്റക്കാരുടെ അടുക്ക പോയി. പുള്ളി പറയും ഞാൻ എന്ത് ചെയ്യാൻ പോവാ? മീൻ പിടിക്കാനായിട്ട്. അവരെല്ലാവരും കൂടെ അങ്ങോട്ട് പോയി. മൊത്തോണം. പ്രിയമുള്ളവരെ, ഈവിൾ അസോസിയേഷൻ കറപ്റ്റ്സ് ഗുഡ് ക്യാരക്ടർ. നീ ആരോടുകൂടെ കൂട്ടുകൂടുന്നു, നീ ആരോടുകൂടെ ആരാധിക്കുന്നു, നിന്റെ തലമുറ ആരോടുകൂടെ ഇടപെടുന്നു, അതനുസരിച്ചാണ് അവിടെ നെക്സ്റ്റ് തീരുമാനങ്ങൾ, അവിടെ നെക്സ്റ്റ് പോക്കുകൾ. നീ ആടെടുക്കൽ ആരാധിക്കണം. നിന്നെ ചലഞ്ച് ചെയ്യുന്നവർ, നിന്റെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്നവർ, നിന്നെ ക്രിസ്തുവിൽ മുന്നേറാൻ ഉത്സാഹിപ്പിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് പോയില്ലേ. ഞാൻ എപ്പോഴും പറയും, എന്നെ വെല്ലുവിളിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളെത്താ ചില ബസ് ഇത് ചെയ്യാം, നമുക്ക് ഇത് ചെയ്യാന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ഒരു കൂട്ടർ ഇരുമ്പിന് എന്ത് ചെയ്യും? ഞാൻ പലപ്പോഴും തേങ്ങാവേ ചലഞ്ച് ചെയ്യുന്നവരാരുമില്ല. നമ്മൾ ടയർഡാവും. ചലഞ്ച് ചെയ്യുന്നവരൊന്നും നമ്മളും നമുക്ക് ചെയ്യാം, നമ്മളും കത്തും. അവിടെ ഓർത്തോണം, ഈവിൽ കറക്റ്റ്. നീ എവിടെ ആരാധിക്കും, നീ ആരുമായിട്ട് ഇടപെടുന്നു, നീ ഉഴപ്പന്മാരുടെ ഇടയിൽ പോയാൽ നിന്റെ ആരാധന എന്തായിട്ട് മാറും? ഉഴപ്പായിട്ട് മാറും. ഇന്ന് പകൽക്കാലം അത് ശ്രദ്ധിക്കണമെന്ന് പരിശുദ്ധാത്മ വിശുദ്ധിയുള്ള ബന്ധത്തിൽ പറയുകയാണ്. Finally, remember that we can't pursue holiness in our own. We need the help of Holy Spirit, and we know that who is the Holy Spirit. Holy Spirit is a Greek word, paraclete. പ്രിയമുള്ളവരെ, സ്വയമായി വിശുദ്ധി നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലെന്നറിയാം. അവന് അതിനുവേണ്ടി എന്ത് വേണം? പരിശുദ്ധാത്മാവിന്റെ സഹായം. ആ പരിശുദ്ധാത്മാവിന് ഗ്രീക്കിൽ പറയുന്ന വാക്കാണ് പാരക്ലീറ്റ്. The helper, comforter, the advocate, the counselor, the intercessor, മധ്യസ്ഥൻ, the one alongside. കൂടെ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് പകൽക്കാലം. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന് അതുകൊണ്ടാണ് നീ പോയി ചടങ്ങിന്റെ ആരാധനയെ വീണ്ടും പോയി തലവെച്ച് കൊടുക്കരുത്. വീണ്ടും ആ അന്ധകാരം നിന്റെ മണ്ണോട് കയറും. നിന്നെ ഒതുക്കിക്കളയാനായിട്ടാണ്. നിന്നെയോ നിന്റെ മക്കളെ വിട്ടു കൊടുക്കല്ലേ. യു ഷുഡ് നോട്ട്. നീ വെളിച്ചം കിട്ടിയ വ്യക്തിയാ. യു ആർ നോട്ട് ലൈക്ക് വേൾഡ്ലി പീപ്പിൾ. നീ വെളിച്ചം കിട്ടി നിന്റെ കുഞ്ഞാത്മാവിൽ ആരാധിച്ച് ശക്തനാകണമെന്ന് പകരം വീണ്ടും ചാക് നടന്നോട്ട് കൊണ്ടുവിട്ടാൽ അതിനെ വലിച്ചു കൊല്ലുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞ പോകുന്ന നിങ്ങൾക്ക് പോകാൻ ഞാൻ ആരും വരത്തില്ല. ഹെൽപ്പർ വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം റൂബനാണേലും അവൻ സ്വന്തം പലത് പോയിച്ചത്. എന്നാൽ നമ്മുടെ മധ്യത്തിൽ വന്ന അവൻ വചനം കഴിഞ്ഞാഴ്ച വചനെടുത്തപ്പോൾ വളരെ കൂളായിട്ട് നമ്മൾ ഒത്തിരി ഡെവലപ്പ് ചെയ്യുന്ന ആത്മാവിൽ കാണുന്നു. കീബോർഡ് വായിക്കുന്നതിൽ ആത്മാവിലെ സീ എ ലോട്ട് ഓഫ് തിങ്സ്. കാരണം എന്താ? അവൻ അവിടെ നിന്ന് ഒരിക്കലും ഈ കുഞ്ഞുങ്ങൾ അങ്ങനെ വളരത്തില്ല. ഇവിടെ വന്ന് വചനവും എടുത്ത് നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴോ ആ ആത്മപ്രചോദനം ആ കുഞ്ഞുങ്ങളെ ആത്മാവിൽ എന്ത് ചെയ്യും? എന്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ അവർക്ക് കൂട്ടുകാരും ഇല്ലായിരുന്നു. അവർക്ക് ആകെ ഉണ്ടായിരുന്ന വചനം. കൂടെ നിന്ന് ആരാധിപ്പാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. അവരെങ്ങനെയാ വളർന്നത്? ആ വചനത്തിന്റെ ആ വ്യവസ്ഥ. അവൻ നിന്റെ വചനം എന്റെ കാലിന് ദീപവും. അത് നിന്റെ കുഞ്ഞിലെ അന്ധകാരത്തെ അകറ്റിക്കളയും. അത് നിന്റെ കുഞ്ഞിലെ അവൻ ആ പൈശാചിക ബന്ധനങ്ങളെ അകറ്റിക്കളയും. നീ ആത്മതീയിൽ വന്ന് നിൽക്കുമ്പോൾ അന്ധകാര കെട്ടുകൾ നിന്റെ തലമുറകളെ വിട്ടുമാറും. വീണ്ടും ഈ മടങ്ങി മിശ്രയിലോട്ട് പോയാലോ ഉള്ള അന്ധകാരമല്ല. ഇതായിരുന്നു ഫറവോന്റെ ലക്ഷ്യം. അവൻ കുതിരയുമായിട്ട് ഓടി വരിക, പിടിച്ചോണ്ട് പോകാൻ. വിടുവിച്ചു പോകുന്നവരെ കടിഞ്ഞൂൽ സംഹാരം വിട്ടിട്ട് പോലും തിരിച്ചു പിടിക്കാനുള്ള കൊതിയ പിശാചിന്റേത്. അത് ബുദ്ധിപൂർവം. അതുകൊണ്ടാണ് വഞ്ചിക്കപ്പെടരുത്. ഡു നോട്ട് ബി ഡിസീവ്ഡ്. അവൻ സ്വന്തം ചെയ്യുന്ന പിശാചിന്റെ തന്ത്രത്തെ അറിവില്ലാത്തവരല്ലോ എന്ന് വചനം പറയുന്നത്. It says in Galatians 5 chapter 5 verse 16. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തില് ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്. So I say, walk by the Spirit, and you will not gratify the desires of the flesh. അതുകൊണ്ട് പറയുക പൗലോസ്ലീഹ, ആത്മാവിനെ അനുസരിച്ച്. എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം ചെയ്യത്തില്ല. ജഡത്തിന് ഒത്തിരി ഇഷ്ടം കാണുമായിരിക്കും എല്ലാവരും. പക്ഷെ ആത്മാവ് അങ്ങനെ പറയത്തില്ല. ആത്മാവിന് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ക്രിസ്തുവിനോട് കേൾക്കാത്ത ഒരു കാര്യവും പരിശുദ്ധാത്മാവ് പറയത്തില്ല. ഫിലിപ്പോസ് എപ്പോഴും ആത്മാവിന് ചെവി കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? അവന് 4 പെൺകുഞ്ഞുങ്ങളും എങ്ങനെയായിരുന്നു അറിയാമോ? പ്രവാചകരായിരുന്നു. ക്രിസ്തുവിൽ വലിച്ചൊറിഞ്ഞിട്ട് ആ മിനിസ്ട്രി ഒന്നുമല്ല പുള്ളിക്ക് വലുത്. ആൾക്കാർ വന്ന് സ്നാനപ്പെടുന്നോന്നല്ല. ഇന്ന് ആ ലോകം നോക്കുന്ന എത്ര പേര് വരുന്നു, എത്ര പേര് സ്നാനപ്പെടുന്നു. ഹൂ കെയർസ്? ആത്മാവിന്റെ ശബ്ദം ഗസയിലോട്ട് ഒരൊറ്റ വ്യക്തി കഴിഞ്ഞാൽ പോകാൻ മനസ്സുള്ളവരാണ് ഫിലിപ്പ്. അതുകൊണ്ട് എന്ത് പറ്റി? 4 പെൺകുഞ്ഞുങ്ങളെ സമറിയക്കാർക്ക് പറഞ്ഞാൽ ജ്യൂസിനെ ഇഷ്ടമല്ല. ടിറ്റേച്ചാ പുള്ളി പോണേ. പക്ഷെ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നിന്റെ തലമുറയെ ആര് നോക്കുമെന്നറിയാമോ?
പരിശുദ്ധാത്മാവ് നോക്കും. അവരുടെ മേൽ ആര് വ്യാപരിക്കും അറിയാമോ? പരിശുദ്ധാത്മാവ് വ്യാപരിക്കും. അന്ധകാര ശക്തികളല്ല, മന്മതകളും. അവൻ നോക്കും, പോളൊക്കെ ആ വീട്ടിലോട്ട് ചെല്ലുമ്പോ, അവൻ ഫിലിപ്പോസിനെ പിടിച്ച് ചെല്ലുമ്പോ ഈ പെമ്മക്കൾ വന്നിട്ട് അങ്ങോട്ട് പ്രവചിക്കുക പോളിനെ കുറിച്ച്. ആരാ തേജസ്സോടെ പ്രയോജനപ്പെടുന്ന പോളിനെ കുറിച്ച് ആരാ പ്രവചിക്കുന്നത്? ഈ പെൺകുഞ്ഞുങ്ങള്, ഫിലിപ്പോസൊക്കെ. എന്തുകൊണ്ടാ? ഫിലിപ്പോസ് എപ്പോഴും ഹോളി സ്പിരിറ്റിനെ കേട്ട് നടക്കുന്നവൻ. അതുകൊണ്ട് അവിടെ പറയുന്ന പൗലോസ് പറയും, ആത്മാവിനെ അനുസരിച്ച് നടപ്പി, എന്നാൽ നിങ്ങൾ ഫ്ലഷിന്റെ ഇഷ്ടങ്ങൾ നിവർത്തിക്കുന്നില്ല. The Holy Spirit empowers us to live holy lives. പരിശുദ്ധാത്മാവ് വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മെ അധികാരപ്പെടുത്തുന്നു, ശക്തീകരിക്കുന്നു. Pursuing holiness in everyday life involves renewing our minds, aligning our actions, guarding our speech, nurturing godly relationships, and relying on the Holy Spirit. പ്രിയമുള്ളവരെ, വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ എപ്പോഴും ദൈവത്തിൽ, വചനത്തിൽ ആശ്രയിക്കുന്നവരാണ്. വചനം വായിച്ചിട്ട് വചനം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുന്നവരാണ്. ആമേൻ. ആ വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവര് പ്രവൃത്തികളെയും വാക്കുകളെയും വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്നവരാണ്. ആമേൻ. ദൈവത്തിൽ വിശുദ്ധിയെ തികയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദൈവാലോചനയ്ക്ക് നടക്കുന്നവരാകണം. മറ്റുള്ളവരെ സൂക്ഷിക്കാൻ മനസ്സിലുള്ളവരാകണം. മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠൻ എണ്ണുവാൻ അവൻ മനസ്സുള്ളവരാകണം. അവൻ വിശുദ്ധിയിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സഹായകനായ പരിശുദ്ധാത്മാവോട് കൂടെ അവന്റെ ശബ്ദം കേട്ട് ചേർന്ന് നടക്കുന്നവരാകണം. ഇന്ന് പകലെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, എങ്ങനെ നിങ്ങൾക്ക് വിശുദ്ധിയിൽ മുന്നേറാൻ പ്രവൃത്തി പദത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? It's a journey and God is with us every step of the way. പ്രിയമുള്ളവരെ, അത് ഒരു ദിവസം കൊണ്ട് വരുന്നൊരു കാര്യമല്ല, അതൊരു യാത്രയാണ്. നിങ്ങളുടെ യാത്രകളിലെ ഓരോ ചുവടുവെപ്പുകളിലും നിങ്ങൾ മനസ്സ് വെച്ചിട്ട് ഈ വചനങ്ങളെ അവൻ പാലിക്കാൻ ഓരോ ചുവട് വെച്ച്, കർത്താവേ ഞാൻ കേട്ടതുപോലെ, ഇല്ല ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ ഞാൻ എന്നെ തന്നെ തീരുമാനിക്കുന്നു, ഏൽപ്പിക്കുന്നു പറഞ്ഞ് നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ ഓരോ ചുവടുവെപ്പിൽ നിങ്ങളോടുകൂടെ ചേർന്ന് നടക്കുന്ന ഒരു യേശുനാഥൻ നിങ്ങളോടുകൂടെ ഉണ്ട്, ഇമ്മാനുവേൽ ഉണ്ട്. Let's conclude here. We must perfect holiness because Christ is coming as a righteous judge. എന്തുകൊണ്ട് നാം വിശുദ്ധിയെ തേക്കണം? എന്തുകൊണ്ടെന്നാൽ നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ്, ന്യായാധിപതിയായി എത്രയും പെട്ടെന്ന് അവൻ കടന്നു വരാൻ പോകുന്നത് കൊണ്ട് വിശുദ്ധിയെ ഞാൻ നിങ്ങളും തികയ്ക്കണം. Our hope in him demands a purified life. അവനിലുള്ള പ്രത്യാശ, അതാ പൗലോസ് യോഹന്നാൻ പറഞ്ഞത്, അവനിൽ പ്രത്യാശയുള്ളവൻ അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെത്താൻ എന്ത് ചെയ്യുന്നു? പ്രത്യാശ, കർത്താവിന്റെ വരവിനെ കുറിച്ച് ഉത്സാഹം, പ്രത്യാശയുള്ളവൻ എന്ത് ചെയ്യും? അവൻ ഒരുങ്ങും. അവനെ എതിരേൽക്കാൻ വിശുദ്ധിയെ തികച്ചൊരുങ്ങും. And our eternal destiny is approaching quickly. പ്രിയമുള്ളവരെ, നമ്മുടെ നിത്യത അടുത്തുകൊണ്ടിരിക്കുക. വിചാരിച്ചതിനേക്കാൾ രക്ഷ വളരെ അടുത്തിരിക്കുക. അവൻ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ നമ്മുടെ നിത്യത അടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഭാവി അടുത്തു വന്നുകൊണ്ടിരിക്കുക. Holiness is not about fear. It is about readiness, love and faithfulness. പ്രിയമുള്ളവരെ, വിശുദ്ധി എന്ന് പറയുന്ന പേടിയല്ല, ചെറിയോ ദൈവം തല്ലും, അതല്ല വിശുദ്ധി എന്ന് പറയുന്നത്. അവൻ എന്നാൽ കർത്താവ് വരുമ്പോൾ അവനെ എതിരേൽക്കാനുള്ള ഉത്സാഹം. ഒരു വീട്ടിലെ ഒരു കുഞ്ഞ് അപ്പൻ സമ്മാനം കൊണ്ട് വരുന്നു എന്ന് പറയുമ്പോൾ വൈകുന്നേരം എപ്പോഴും ഡാഡി വന്നോ നിങ്ങൾ നോക്കുന്ന പോലെ അപ്രതീക്ഷയോടെ, പ്രത്യാശയോടെ യേശു പറഞ്ഞു, ഓരോരുത്തരും നൽകാൻ എന്റെ കയ്യിൽ എന്തുകൊണ്ട്? പ്രതിഫലമുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് തിരിച്ചു വരുമ്പോൾ ആ പ്രതിഫലം വാങ്ങാൻ കൊതിയോടെ ഒരു വീട്ടിലെ ഒരപ്പനെ അവൻ കൊണ്ടുവരുന്ന സമ്മാനമല്ലേ ടോയ് കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോ അത് കാണാൻ നോക്കി നിൽക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ ഒരു വ്യഗ്രതയാകണം കർത്താവ് മടങ്ങി വരുമ്പോൾ ഓരോ ഭക്തനും ഉണ്ടാകേണ്ടത്. Let us live set apart, watching and waiting for his glorious return. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വേർതിരിക്കപ്പെട്ടവരായി, കണ്ടെല്ലാവരുടെയും കൂടെ ഓടുന്നവരായിട്ടല്ല, അവൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട കൂട്ടമാണ് നമ്മൾ. സഭയെന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് സഭ? എക്ലീഷ്യ, സെറ്റ് അപ്പാർട്ട് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അങ്ങനെയുള്ളവരെ കൊണ്ടുപോകാൻ യേശു വരുന്നത്. നാടോടുമ്പോൾ നടുവെ ഓടുന്നവരെ കൊണ്ടുപോകാനല്ല. ഉപദേശം, വിശുദ്ധി, വചനം, അതിനോട് ചേർന്ന് നിൽക്കാൻ അവൻ സ്വതന്ത്രം ചെയ്യുന്നു. യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്ത് ചെയ്യട്ടെ? മാറി നിൽക്കട്ടെ എന്ന് മോശ വിളിക്കുമ്പോൾ അവൻ സ്വതന്ത്രം കൂടെ ചേർന്ന് നിൽക്കുന്നവരെ, ഘടനകസ്യ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവരെ ചേർക്കാനാണ് വരുന്നത്. അവൻ സ്വന്തം ചെയ്യുന്നു. അപ്പം ചേർന്ന് നിൽക്കാത്തവരെ അന്ന് ഓർത്തോണം, 3000 പേരെ അന്ന് കൊന്നു എന്ന് വായിക്കുന്നുണ്ട്. ആരാ?
അപ്പനെന്നോ അമ്മയെന്നോ നോക്കിയില്ല. ലേവി ഗോത്രം എന്ത് ചെയ്തു? വാളെടുത്തു. കൂടെ നിൽക്കാത്ത, വ്യവസ്ഥയിൽ ആരാധിക്കാത്തവരെ വെട്ടിക്കൊന്നു. 3000 പേരൊന്ന് കൊല്ലപ്പെട്ടു. എന്നാൽ പുതിയ നിയമത്തിൽ വായിക്കണം, പരിശുദ്ധാത്മാഭിഷേകം വരുമ്പോൾ 3000 പേര് രക്ഷിക്കപ്പെട്ട് എന്ത് ചെയ്തു? സഭയോട് ചേർന്നു. പാരാക്ലീറ്റായ പരിശുദ്ധാത്മാവ് വരുന്നത് സഭയെ പണിയാൻ വേണ്ടിയാ, കണ്ടവരെ എല്ലാവരെയും കൊണ്ടുപോകാൻ വേണ്ടിയല്ല, അവന്റെ ഇഷ്ടത്തിന്, അവന്റെ വചനത്തിന്. അതാ സങ്കീർത്തനം നമ്മൾ വായിച്ച 91 സങ്കീർത്തനം. അവൻ സ്വന്തം മോശയും അവൻ സ്വന്തം ചെയ്യുന്നു, ശമൂവേലും അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും അവൻ കൊടുത്ത ന്യായപ്രമാണവും പ്രമാണിച്ചു. അതുകൊണ്ട് അവരോട് സംസാരിച്ചത്. അല്ലാത്തവരോട് അവരുടെ പ്രവർത്തികൾക്ക് അവൻ പ്രതികാരകനായിരുന്നുവെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. മോശ നമ്മൾ കേട്ടു. എന്നായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച മഞ്ഞത്തെ പ്രിയ ജീവിതമൊന്നും എന്തല്ലോ അത്ഭുതമായ ഒരു വചനമാ അവിടെ പറഞ്ഞപ്പോൾ മോശയോട് മോശയോട് മുഖാമുഖം സംസാരിച്ചു. വേറെ ആരോടും സംസാരിച്ചില്ല. പ്രവാചകന്മാർ ദർശനത്തിലാ സംസാരിക്കുന്നത്. എന്നാൽ മോശയോട് കൂട്ടുകാരൻ സംസാരിക്കുന്ന പോലെ. പക്ഷെ നമ്മൾ കണ്ടു, ആ മോശ ഇവിടെ കയറിയില്ല, നാട്ടിൽ. ഇന്ന് പകൽക്കാലം ഓർക്കണേ പ്രിയമുള്ളവരെ, അവരുടെ പ്രവൃത്തികൾക്ക് അവൻ ആരായിരുന്നു? പ്രതികാരകനായിരുന്നു. ക്ഷുഭപരകൾ ഘടനകസ്യ. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് അവന്റെ ഇഷ്ടമനുസരിച്ച്, അവന്റെ ആജ്ഞ അനുസരിക്കാൻ ജീവിതത്തെ അലൈൻ ചെയ്യുന്നവർ. അത് കട്ടിയുള്ളൊരു കാര്യമല്ല, വചനത്തോട് ചേർന്ന്. അതുകൊണ്ട് ആ ഹോളി സ്പിരിറ്റിനെ തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവോട് ചേർന്ന് നടക്കുമ്പോൾ ആത്മാ പറയും, മോളെ ഇവിടെ പോകണം, മോനെ ഇവിടെ പോകണ്ട, മോളെ നീ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. വചനത്തിൽ കൂടി ധ്യാനിക്കുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ, അതനുസരിച്ച് നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവാം ദൈവം നമ്മെ സഹായിക്കുവാൻ കരമടിച്ച് കർത്താവിന് സ്വന്തം ചെയ്താൽ